ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ CM Punk ആണ് വന്നതിന് ശേഷം റോയൽ റംബിൾ മാച്ചിനെ പറ്റി സംസാരിച്ചു. അതായത് റസൽമേനിയയിൽ തന്റെ ആഗ്രഹം പോലെ തന്റെ സ്വപ്നം നടത്താൻ വേണ്ടിയിട്ട് റോയൽ റംബിൾ മാച്ചിന്റെ അവസാനം വരെ എത്തിയതായിരുന്നു. പക്ഷെ കോഡി റോഡ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോഡി റോഡ്സ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും കോഡി റോഡ്സ് ലക്കിയിലൊന്നുമല്ല കഷ്ടപ്പെട്ടാണ് വിൻ ചെയ്തിട്ടുള്ളത് എന്നും റോയൽ റംബിൾ മാച്ച് തോറ്റാലും താൻ എലിമിനേഷൻ ചേംബറിൽ പങ്കെടുത്തുകൊണ്ട് റസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യാൻ സാധിക്കും, അതൊന്നുമല്ല ഇവിടെ പ്രശ്നം, തനിക്ക് സംഭവിച്ച ഇഞ്ചുറിയാണ് പ്രശ്നം എന്നാണ് CM Punk പറഞ്ഞത്. അതുകൊണ്ട് ഈ റസൽമേനിയയിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചുറി പെട്ടെന്ന് മാറുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുന്നു, പെട്ടെന്ന് ഈ ഒരു ഇഞ്ചുറി മാറിക്കൊണ്ട് റസൽമേനിയയിൽ പരമാവധി മത്സരിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. അതുപോലെ ചിലപ്പോൾ ഈ റസൽമേനിയയിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിച്ചു എന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ നോക്കാം, ഈ ഒരു ലെവലിലൊക്കെ CM Punk പറയുന്നുണ്ട്. പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഡ്രൂ മെക്കൻഡയർ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഡ്രൂ മെക്കൻഡയർ പറയുന്നുണ്ട് റോയൽ റംബിളിൽ CM Punk എലിമിനേറ്റ് ചെയ്തപ്പോൾ വളരെയധികം വിഷമം തോന്നി എന്നും പിന്നീട് CM Punkന് ഇഞ്ചുറി സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എന്നൊക്കെ. അതായത് താൻ ആഗ്രഹിച്ച ഇഞ്ചുറിയാണ് CM Punkന് സംഭവിച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ റസൽമേനിയയിൽ സെത്തിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് ഞാനാണെന്നും ഡ്രൂ മെക്കൻഡയർ ആ ഒരു സെഗ്മെന്റിൽ പറയുന്നുണ്ട്. പിന്നീട് സെഗ്മെന്റിന്റെ അവസാനത്തിൽ CM Punk പറയുന്നുണ്ട്, എപ്പോഴാണെങ്കിലും ശരി എൻ്റെ ഇഞ്ചുറി മാറി ഞാൻ തിരിച്ചു വരുമ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി പോകും, അതിനേക്കാൾ മുൻപായിട്ട് നിന്റെ കൂടെ ഞാൻ 1-on-1 മാച്ച് ചെയ്യും എന്നുള്ള ലെവലില്. ഇത് കേട്ടപ്പോൾ തന്നെ CM Punkനെ ഡ്രൂ മെക്കൻഡയർ അറ്റാക്ക് ഇഞ്ചുറി ആയ കയ്യിൽ തന്നെ ചവിട്ടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് സാമി സൈൻ വന്നുകൊണ്ട് ഡ്രൂ മെക്കൻഡയർ അറ്റാക്ക് ചെയ്ത് CM Punkനെ സേവ് ചെയ്തു. സാമി സൈൻ ഫോഴ്സസ് ഡ്രൂ മെക്കൻഡയറും മെയിൻ ഇവന്റ് മാച്ചും കൺഫേം ചെയ്തു. പിന്നീട് ജഡ്ജ്മെന്റ് ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, DIY ടീമിന്റെ കൂടെ നടക്കാൻ പോകുന്ന ടാഗ് ടീം മാച്ചിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് റോ എപ്പിസോഡിൽ ഫസ്റ്റ് മാച്ചായി നടന്നത് WWE അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ടാഗ് ടീം ചാമ്പ്യൻസായ ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ജോണി ഗർഗാനോ ആൻഡ് ടൊമാസോ സിയംബ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അടിപൊളി മാച്ചായിരുന്നു. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ DIY ടീം അവരുടെ ഡബിൾ ഫിനിഷർ ഫിൻ ബാലറിനെ ചെയ്ത് പിൻ ചെയ്ത സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിന് പുറത്തു നിന്നും ഫിൻ ബാലറിന്റെ കാലെടുത്ത് റോപ്പിൽ വെക്കുന്നതായിട്ടും അതുവഴി അവർ എസ്കേപ്പ് ആകുന്നതായിട്ടും കണ്ടു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ജോണി ഗർഗാനോയെ റിങ്ങിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് പിന്നീട് ഇവർ റിങ്ങിൽ കയറി ടൊമാസോ സിയംബയെ ഹൈ ക്രോസും അതുപോലെ തന്നെ ഫിൻ ബാലറിന്റെ കൂപ്പ് ഡി ഗ്രേസ് ഫിനിഷറും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് ഇവർ തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. ശേഷം ഒരു ചെറിയ സെഗ്മെന്റ് നടന്നിരുന്നു. അതായത് R-Truthനെ വിളിച്ചുകൊണ്ട് ജഡ്ജ്മെന്റിന്റെ എല്ലാം ഒരു ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനായിട്ടെല്ലാം തുടങ്ങി. അപ്പോൾ തന്നെ മനസ്സിലായി ഇവര് R-Truthനെ അറ്റാക്ക് ചെയ്യുമെന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. R-Truthനെ ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ടീമിൽ നിന്നും ഒഴിവാക്കാൻ നോക്കുന്നതായിട്ടും അതേസമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് അവിടെ വന്നിരുന്നു. മിസ് വന്നിട്ടും കാര്യമുണ്ടായില്ല. മിസ്സിനെയും R-Truthനെയും ജഡ്ജ്മെന്റ് ടീം മുഴുവനായിട്ടും അറ്റാക്ക് ചെയ്തു. പിന്നീട് വുമൺസിന്റെ ടാഗ് ടീം മാച്ച് പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ ഫോർ ഷെയ്ന ബേസ്ലർ ആൻഡ് സോയി സ്റ്റാർക്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ ചെൽസി ഗ്രീനിനെ സോയി സ്റ്റാർക്ക് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഷെയ്ന ബേസ്ലർ ആൻഡ് സോയി സ്റ്റാർക്ക് ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് 2023 and 24 റോയൽ റംബിൾ വിന്നറായ കോഡി റോഡ്സിന്റെ സെഗ്മെന്റ് നടന്നു. ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കോഡി റോഡ്സിന്റെ പേര് വീണ്ടും അനൗൺസ് ചെയ്യാനായി റിംഗ് അനൗൺസറിനോട് പറയുന്നതായിട്ടും വീണ്ടും അവര് പേര് അനൗൺസ് ചെയ്യുന്നതായിട്ടും ഈ സെഗ്മെന്റിൽ കാണിച്ചു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ WWE വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോളൻസ് അവിടെ വരുന്നതായിട്ടും നീ എങ്ങനെയാണ് നിന്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ റോയൽ റംബിൾ ജയിച്ച് റോമൻ റെയ്ൻസിന്റെ കൂടെ തന്നെയാണോ മാച്ച് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് സെത്ത് ഉദ്ദേശിച്ചത്. അതായത് നിന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം നീ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം എന്നാണ്. അതല്ലാതെ ഹൾക്ക് ഹോഗൻ റോമൻ റെയ്ൻസ് ഇവരുടെ കയ്യിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തല്ല നീ അത് തെളിയിക്കേണ്ടത് എന്നൊക്കെയാണ്. അതിന് നീ എൻ്റെ കൂടെ മാച്ച് ചെയ്യണം, എൻ്റെ കയ്യിലാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉള്ളത്. പിന്നെ റോമനെ മെൻഷൻ ചെയ്തുകൊണ്ട് അതായത് താൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ലൈവ് ഇവന്റിലും പേപ്പർ വ്യൂസിലും മാച്ച് ചെയ്യുന്നുണ്ട് എന്നും എന്നാൽ നിനക്കൊരു പാർട്ട് ടൈം ചാമ്പ്യൻഷിപ്പ് ആണോ താല്പര്യം അതോ ഇതുപോലെയുള്ള വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണോ താല്പര്യം എന്നൊക്കെയാണ് ചോദിച്ചത്. അതായത് മെയിനായിട്ടും സെത്തിനെ ചാലഞ്ച് ചെയ്യാനാണ് സെത്ത് പറയുന്നത്. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കോഡി റോഡ്സ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് ബഹുമാനിക്കുന്നു എന്നും നീ ഇപ്പോൾ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം പറയാമെന്നൊക്കെ. ശേഷം ഈ സെഗ്മെന്റ് നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. അതിനുശേഷം ജെയൂസോ വേഴ്സസ് ബ്രോൺസൺ റീഡ് ഇവർക്ക് തമ്മിൽ സിംഗിൾസ് മാച്ച് നടന്നിരുന്നു.
മാച്ച് സ്റ്റാർട്ട് ചെയ്തു. മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ജെയ് ഉസോയുടെ മേലേക്ക് ബ്രോൺസൺ റീഡ് ഫിനിഷർ ചെയ്തു. ജെയ് ഉസോ അത് മാറി പിന്നീട് ഒരു സൂപ്പർ കിക്ക് ചെയ്ത് പിന്നീട് സ്പിയർ ഫിനിഷർ ചെയ്ത് ശേഷം ജെയ് ഉസോയുടെ ഫിനിഷറും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജെയ് ഉസോയാണ് വിൻ ചെയ്തത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ അൻഡ്രോയുടെ റോ ബ്രാൻഡിന്റെ കോൺട്രാക്ട് അൻഡ്രോയുടെ സൈൻ ചെയ്യുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ തന്നെ നിക്ക് ആൾഡിൻസ് അവിടെ വന്ന് പറയുന്നത് അൻഡ്രോയിഡേക്ക് സ്മാക്ക് ഡൗണിൽ വലിയ ഓഫറുകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ തന്നെ ആഡം പിയേഴ്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നേരത്തെ വരണമായിരുന്നു എന്നൊക്കെ. പിന്നീട് അൻഡ്രോയിഡ് ഇവർക്കെല്ലാം ഷെയ്ക്കേണ്ടി കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോകും. ശേഷം നിക്ക് ആൾഡിൻസിന് ഒരു കോള് വരുന്നതായിട്ടും ആ കോള് NXT റെസ്ലറായ ബ്രോൺ ബ്രേക്കറിൻ്റെയാണ്. അതായത് ബ്രോൺ ബ്രേക്കർ സ്മാക്ക് ഡൗണിലേക്ക് പോകുന്നത് പോലെയാണ് ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അൻഡ്രോയിഡ് റോയിലും. പിന്നീട് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ചാമ്പ്യനായ ഗന്ധർ വേഴ്സസ് കോഫി കിസ്റ്റൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇതൊരു നോർമൽ മാച്ചായിട്ട് മുന്നോട്ട് പോകും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇത് അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കോഫി കിസ്റ്റന് വളരെയധികം പെർഫോമൻസ് ചെയ്യാനായിട്ട് ഈ മാച്ചിൽ അവസരമുണ്ടായിരുന്നു. അത് കോഫി കിസ്റ്റൻ നന്നായിട്ടും യൂസും ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ കോഫി കിസ്റ്റൻ കണ്ടിന്യൂസ് ആയിട്ട് ഗന്ധറിന് സൂയിസൈഡ് ഡൈവ് എല്ലാം ചെയ്യുന്നതായിട്ടും ശേഷം റിങ്ങിൽ കയറി വരുമ്പോൾ അപ്പോൾ തന്നെ ഫിനിഷർ കൊടുത്തു. പക്ഷേ ഗന്ധർ റിങ് വിട്ട് പോകും, അതായത് എസ്കേപ്പായി പോയി. ശേഷം മാച്ചിന്റെ അവസാനത്തിൽ കോഫി കിസ്റ്റൻ SOS എല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവസാനം ഗന്ധർ കോഫി കിസ്റ്റനെ പവർ ബൗണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ഗന്ധർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. പിന്നീട് സേവിയർ റൂട്ട്സ് കോഫി കിസ്റ്റന്റെ അടുത്ത് വരുന്നതായിട്ടും അതേസമയം ലൂഡ്വിഗ് കൈസറും ജിയോവാനി വിഞ്ചും ചേർന്ന് കോഫി കിസ്റ്റൻ സേവിയർ റൂട്ട്സ് ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇമ്പീരിയം ടീം അവിടെ നിന്നും പോയി. പിന്നീട് വീണ്ടും വുമൺസ് ടാഗ് ടീം മാച്ചാണ് നടന്നത്. ടാഗ് ടീം ചാമ്പ്യൻസായ ആസ്ക ആൻഡ് കൈരി സൈൻ ഫോഴ്സസ് ടീഗൻ നോക്സ് ആൻഡ് നെറ്റാലിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ നെറ്റാലിയനെ ആസ്ക ആൻഡ് കൈരി സൈൻ അവരുടെ ഡബിൾ ഫിനിഷർ ചെയ്തുകൊണ്ട് പിൻ ചെയ്ത് ആ മാച്ചിൽ ആസ്ക ടീം വിൻ ചെയ്തു. പിന്നെ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഡാമേജ് കൺട്രോൾ ടീമിന്റെ ഒരു സെഗ്മെന്റ് നടന്നു. അതായത് റോയൽ റംബിൾ വിന്നറായ ബെയ്ലി ആരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ റിയ റിപ്ലിയെ മെൻഷൻ ചെയ്തുകൊണ്ട് ബെയ്ലി സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ റിയ റിപ്ലി ചാമ്പ്യൻഷിപ്പുമായി വരുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ നയ ജാക്സ് വന്നുകൊണ്ട് റിയ റിപ്ലിനെ അറ്റാക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയി റിയ റിപ്ലിനെ ലെഗ് ഡ്രോപ്പ് എല്ലാം ചെയ്ത് പിന്നീട് ഫിനിഷർ ചെയ്ത് ബെയ്ലിയോട് പോയി പറയുന്നത് റിയ റിപ്ലി റെസൽമേനിയയിൽ എന്തായാലും ചാമ്പ്യൻഷിപ്പായിട്ട് വരില്ല എന്നും നിന്റെ തീരുമാനം പറയാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ബെയ്ലി അത് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ അതായത് ഫ്രൈഡേ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ഡ്രൂ മാക്കൻഡയർ ഫോഴ്സസ് സാമി സെയിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഡ്രൂ മാക്കൻഡയർ ക്ലൈമർ കിക്ക് ചെയ്യാൻ വരുമ്പോൾ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ബ്ലൂ തണ്ടർ ബംപ് ചെയ്യുന്നതായിട്ടും മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമി സെയിൻ ഡ്രൂ മാക്കൻഡയറെ ഹെലുവ കിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഡ്രൂ അത് കൈവച്ച് തടയും. പക്ഷെ അത് അങ്ങനെ തന്നെ ഒരു ലോ ബ്ലോ പോലെ സാമി സെയിന് കിട്ടുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ ക്ലൈമോർ ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂ മാക്കൻഡയറാണ് വിൻ ചെയ്തത്. അപ്പോൾ അടുപ്പിച്ച് 2 റോ എപ്പിസോഡ് ഡ്രൂ മാക്കൻഡയറാണ് മെയിൻ ഇവന്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. സാധാരണ റോ എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു വലിച്ചല് വരാറുണ്ട്, ഇപ്രാവശ്യം അത് തോന്നിയില്ല. നിങ്ങൾക്ക് റോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ശബ്ദത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.